നമസ്കാരം. എയിം അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ തരം ഗതാഗത സംവിധാനങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗതങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓരോ പ്രദേശത്തിന്റെയും ഭൗതിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായാണ് ഗതാഗത മാർഗങ്ങൾ കണ്ടെത്തുന്നത്. പ്രധാനമായും ഗതാഗത മാർഗങ്ങൾ 4 വിധമാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി റോഡുകൾ. റെയിൽ ഗതാഗതമാണ് പിന്നീട് വരുന്നത്. ജലഗതാഗതം മൂന്നാമതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഗതാഗത മാർഗമാണ്. നാലാമതായി വ്യോമ ഗതാഗതം വരുന്നുണ്ട്. ഇന്ത്യയിലെ റോഡുകൾ പ്രധാനമായി 4 വിധത്തിലാണ് ഉള്ളത്. ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. ഇതിൽ ദേശീയ പാതകളാണ് ഏറ്റവും മുഖ്യമായ പാതകൾ. ഇവയെ നാഷണൽ ഹൈവേ എന്നും പറയാറുണ്ട്. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയ പാതകൾ. ഈ റോഡുകളുടെ നിർമ്മാണ ചുമതല ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് ദേശീയ പാതകളുടെ നിർമ്മാണ ചുമതല. അടുത്തതായി വരുന്ന സംസ്ഥാന ഹൈവേകളാണ്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. ഈ റോഡുകളുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരിനാണ്. അടുത്തതായി വരുന്ന ജില്ലാ റോഡുകളാണ്. ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളെയാണ് ജില്ലാ റോഡുകൾ എന്ന് പറയുന്നത്. ഈ റോഡുകളുടെ പരിപാലനവും നിർമ്മിക്കുന്നതും മറ്റും ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. അടുത്തത് വരുന്നത് ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകൾ എന്നാണ് കണക്ക്. അതായത് ഏറ്റവും കൂടുതൽ റോഡുകൾ ഉള്ളത് ഗ്രാമീണ റോഡുകളാണ്. ഇതിന്റെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് 4 മഹാനഗരങ്ങളാണല്ലേ. ഏതൊക്കെയാണവ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇവയെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു 6 വരി പാതയാണ്. ചിത്രത്തിൽ കാണാവുന്നത് പോലെ തന്നെ ചുവന്ന വരയിലൂടെ അവ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഈ മെഗാ നഗരങ്ങളെ, അതായത് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഹൈവേയുടെ പേരാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖലയാണ് ഇന്ത്യക്കുള്ളത്. ആദ്യത്തേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം. മൊത്തം റോഡ് ദൈർഘ്യം ഇന്ത്യയിൽ 6.4 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഇതിൽ ഉൾപ്പെടുന്നത് ദേശീയ സംസ്ഥാന പാതകളും നഗര ഗ്രാമീണ റോഡുകളുമാണ്. റെയിൽ ശൃംഖലയുടെ കാര്യത്തിൽ ലോകത്തിൽ വെച്ച് 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ആദ്യത്തെ സ്ഥാനം യുഎസിനാണ്, 2ാം സ്ഥാനം ചൈനയ്ക്കും 3ാം സ്ഥാനം റഷ്യയും ആണ്. 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിൽ. അതുപോലെ 1853 ഇന്ത്യൻ റെയിൽവേ ഗതാഗതം ആരംഭിച്ചത്. റെയിൽവേ ഗതാഗതം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1853. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ഈ ഗതാഗതത്തിന്റെ തുടക്കം. ആദ്യമായിട്ട് റെയിൽവേ തുടങ്ങുന്നത് എവിടം മുതൽ എവിടം വരെയാണ്? മുംബൈ ടു താനെ ആയിരുന്നു. അതിന്റെ ദൈർഘ്യം 34 കിലോമീറ്റർ ആയിരുന്നു. ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേയെ 16 മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 16 മേഖലകളാണ് ഇന്ത്യൻ റെയിൽവേ തരംതിരിച്ചിരിക്കുന്നത്. പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ വർഗീകരണം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതായത് ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നീ 3 തരത്തിലാണ് റെയിൽ ഗേജുകൾ ഉള്ളത്. അവയുടെ അകലം നോക്കുമ്പോൾ ബ്രോഡ് ഗേജിന്
1.676 മീറ്റർ ആണ് അകലം. ഇന്ത്യയിലെ അനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത് 74%. മീറ്റർ ഗേജിന് 1 മീറ്റർ ആണ് പാളങ്ങൾ തമ്മിലുള്ള അകലം. ദൈർഘ്യം 21%. നാരോ ഗേജിനാവട്ടെ 0.762 മീറ്റർ അല്ലെങ്കിൽ 0.610 മീറ്റർ ആണ് പാളങ്ങൾ തമ്മിലുള്ള അകലം. അനുപാതിക ദൈർഘ്യം 5%. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ബ്രോഡ് ഗേജ് ആണ്. മീറ്റർ ഗേജിനെയും നാരോ ഗേജിനെയും കൂടി ബ്രോഡ് ഗേജ് ആക്കാനുള്ള സംവിധാനങ്ങൾ റെയിൽവേ തുടക്കമിട്ടിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ഭരണനിർവഹണത്തിനായി 16 മേഖലകളായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അവയിൽ ഒന്നാണ് കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1998 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 766 കിലോമീറ്റർ ആണ് ആകെ നീളം. അപ്പൊ എവിടെ മുതലാണ് തുടങ്ങുന്നത്? മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ ആണ് ഇതിന്റെ ആകെ നീളം. സഞ്ചാരപാതയിൽ 144 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. 144 നദികൾ പിന്നിടുന്നുണ്ട്. അതിൽ 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ഈ ഒരു സംരംഭത്തിന്റെ പങ്കാളികളാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് വരുന്നത്? മഹാരാഷ്ട്ര, ഗോവ, കർണാടക. മൂന്നാമത്തെ സംവിധാനമാണ് ഗതാഗത സംവിധാനമാണ് ജലഗതാഗതം. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച ഒരു മാർഗമാണ് ജലഗതാഗതം. ജലഗതാഗതത്തിന്റെ പൊതുവായ മേന്മകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലെല്ലാം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് തരാറുണ്ട്. എന്നിട്ട് ഇവയിൽ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ആദ്യമായിട്ട് വരുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. രണ്ടാമതായി വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതമാണ്. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാത്തത് ഇലക്ട്രിക് ബോട്ടുകളാണ്. ഡീസൽ എഞ്ചിൻ ആയിട്ടുള്ള ബോട്ടുകൾ ചെറിയ തരത്തിലുള്ള പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അവ വളരെ കുറവാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച മാർഗമാണ് ജലഗതാഗതം. ജലഗതാഗതത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഉൾനാടൻ ജലഗതാഗതം, 2 സമുദ്ര ജലഗതാഗതം. ഇന്ത്യയിൽ താഴെ പറയുന്ന ജലാശയങ്ങളെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായി വൻതോതിൽ ഉപയോഗിക്കുന്നത്. അവ ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും, ഗോദാവരി, കൃഷ്ണ നദികളും പോഷക നദികളും, ആന്ധ്ര, തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, നാലാമതായി ഗോവയിലെ മണ്ഡോവി, സുവാരി നദികൾ, അഞ്ചാമത് കേരളത്തിലെ കായലുകൾ. ഇവയൊക്കെയാണ് ഉൾനാടൻ ജലാശയങ്ങൾ. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശീയ ജലപാത 1 നാഷണൽ വാട്ടർവേ 1 എന്നറിയപ്പെടുന്ന ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ള പ്രദേശമാണ്. 1620 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം. ദേശീയ ജലപാത 2 നാഷണൽ വാട്ടർവേ 2 ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ദുബ്രി വരെയുള്ള 891 കിലോമീറ്റർ ഉൾപ്പെടുന്നു. ദേശീയ ജലപാത 3 നാഷണൽ വാട്ടർവേ 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ്. 205 കിലോമീറ്റർ ആണ്. വളരെ പ്രധാനപ്പെട്ട കനാലാണ്. ദേശീയ ജലപാത 4 നാഷണൽ വാട്ടർവേ 4 ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാൽ 1095 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 5 നാഷണൽ വാട്ടർവേ 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീതീര വ്യവസ്ഥ ഉൾപ്പെടുന്ന പ്രദേശമാണ്. 623 കിലോമീറ്റർ.
ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 12ഓളം പ്രധാന തുറമുഖങ്ങളും 185 ചെറിയ തുറമുഖങ്ങളും ഇന്ത്യക്കുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണ് ഉള്ളത്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ട്ല കാണുന്നുണ്ട്, നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ മുംബൈ, നെവാഷാവ, മർമാഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരാദ്വീപ്, ഹാൽദിയ, കൊൽക്കത്ത ഇവയൊക്കെയാണ് പ്രധാന തുറമുഖങ്ങൾ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഇപ്പോൾ പ്രാധാന്യം കൂടി വരുന്നുണ്ട്. വിഴിഞ്ഞം ആഴക്കടൽ വിവിധ ഉദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമായതോടെ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങളാകും. അതേതൊക്കെയാണ്? കൊച്ചിയും വിഴിഞ്ഞവും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ഇതിന് കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന എന്നതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. 4ാമത്തെ ഗതാഗത സംവിധാനമാണ് വ്യോമഗതാഗതം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ AAI-യുടെ കീഴിലാണ് വ്യോമഗതാഗതം ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിന് കീഴിൽ 34 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം 137 വിമാനത്താവളങ്ങളാണ് ഉള്ളത്. 34 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും 137 ആകെ വിമാനത്താവളങ്ങളാണ് ഉള്ളത്. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസുമാണ് അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ യഥാക്രമം കൈകാര്യം ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പിക് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.